നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഴക്കാലത്തിന് മുന്നോടിയായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാ ദുരന്ത നിവാരണ സമിതി യോഗം ചേർന്നു. വിവിധ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നിർവഹിക്കേണ്ട മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ്. വിദ്യാഭ്യാസ മേഖലയിലെ മൂല്യച്യുതിക്കെതിരെ സമര പോരാട്ടങ്ങൾ നടത്തുമെന്ന KSU സംസ്ഥാന നേതൃത്വം. സമരങ്ങൾ മൂലം കേസുകളിൽ അകപ്പെടുന്നവർക്ക് എല്ലാവിധ പിന്തുണയും നൽകും. കേസുകൾ KSU നടത്തും. പാർട്ടി നേതൃത്വത്തോട് പിന്തുണ അഭ്യർത്ഥിക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. കടുത്ത വേനൽ നാശം വിതച്ച ഇടുക്കിയിലെ ഏലം മേഖലയിൽ പുനർകൃഷിയും പ്രതിസന്ധിയിൽ. കൃഷിക്കായുള്ള ഏലത്തട്ടകൾ ആവശ്യത്തിന് കിട്ടാനില്ല. തട്ടകൾക്ക് വൻതോതിൽ വിലയുയരുമോ എന്നും ആശങ്ക. ഉദയഗിരി സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപം നടത്തിയ വ്യക്തിക്ക് കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപം തിരികെ നൽകുന്നില്ലെന്ന് പരാതി. തുക തിരികെ നൽകാൻ നടപടി സ്വീകരിക്കാത്ത പക്ഷം ബാങ്കിന്റെ മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന് നിക്ഷേപകനായ കല്ലുപുരയ്ക്കൽ KA ജോസഫ്. വിശദമായ വാർത്തകൾ. മഴക്കാലത്തിന് മുന്നോടിയായി വിവിധ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നിർവഹിക്കേണ്ട മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. അപകട സാധ്യതയുള്ള മേഖലകൾ, അവിടെ നിന്നും മാറ്റി താമസിപ്പിക്കേണ്ടവരുടെ പട്ടിക എന്നിവ വില്ലേജ് തലത്തിൽ തയ്യാറാക്കി താലൂക്ക് തലത്തിൽ ഏകോപിപ്പിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. തഹസിൽദാർമാരും തദ്ദേശ സ്ഥാപന തലത്തിൽ മാറ്റി താമസിപ്പിക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കി ജില്ലാതലത്തിൽ ക്രോഡീകരിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറും DEOCയിൽ ലഭ്യമാക്കണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. മൺസൂണിന് മുന്നോടിയായി സ്വീകരിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി വിശദമായ ചർച്ചകളും നിർദ്ദേശങ്ങളുമാണ് യോഗത്തിൽ ഉയർന്നത്. റോഡരികിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങളും ശിഖരങ്ങളും നീക്കം ചെയ്യാൻ പൊതുമരാമത്ത് വകുപ്പ്, റോഡ്സ്, NH വിഭാഗങ്ങളും NHAയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അടിയന്തര നടപടികൾ സ്വീകരിക്കണം. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ, ശിഖരങ്ങൾ എന്നിവ മൂലം നാശനഷ്ടമുണ്ടായാൽ നഷ്ടപരിഹാരം ഭൂ ഉടമ വഹിക്കണം. ആരോഗ്യവകുപ്പ് അടിയന്തരമായി ആശാവർക്കർമാരുടെയും PHC ജീവനക്കാരുടെയും ജില്ലാതല യോഗം ചേരണമെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കളക്ടർ പറഞ്ഞു. അപകട സാധ്യതാ മേഖലകളും അതുപോലെ അപകട സാധ്യത മേഖലകളിൽ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ട ആളുകളുടെ പട്ടികയും കൃത്യമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും അതുപോലെ റവന്യൂ വകുപ്പും കൂടി ചേർന്ന് തയ്യാറാക്കി അത് ക്രോഡീകരിച്ച് താലൂക്ക് അടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ച് ജില്ലയിൽ സൂക്ഷിക്കുന്ന ഒരു നടപടി എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൺസേൺ ആയിട്ടുള്ള റോഡ് വശങ്ങളിൽ നിൽക്കുന്ന അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ, അതുപോലെ പാറ, ഇതുപോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച് അത് നീക്കം ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ കൃത്യമായിട്ട് നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. PWD, NH, പഞ്ചായത്ത് അതുപോലെയുള്ള റോഡുകൾ കൃത്യമായി അതിൻ്റെ ഇരുവശങ്ങളിലുമുള്ള കാടുകളൊക്കെ വെട്ടി വൃത്തിയാക്കാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വനം വകുപ്പിൻ്റെ കീഴിലുള്ള പ്രദേശങ്ങളിലും ഇതുപോലെ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മാറ്റുന്നതിനും അതുപോലെ കാടുകൾ വെട്ടിത്തെളിക്കുന്നതിനുമുള്ള നിർദ്ദേശം ഓൾറെഡി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് KSEBയുടെ പല ലൈനുകളും കൃത്യമായിട്ട് പരിശോധന നടത്തി അപകടങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പാക്കുകയും ട്രാൻസ്ഫോമർ അതുപോലെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പാക്കാനും പറഞ്ഞിട്ടുണ്ട്. ടച്ച് വെട്ടുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ മുന്നമേ തന്നെ മഴക്കാലം വരുന്നതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന് സ്വകാര്യ വ്യക്തികളുടെ പുരയിടങ്ങളിൽ നിൽക്കുന്ന അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള പഞ്ചായത്ത് തലത്തിലുള്ള ട്രീ കമ്മിറ്റി കൂടി അടിയന്തരമായിട്ട് അതിൽ തീരുമാനമെടുക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ആരോഗ്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം പകർച്ചവ്യാധി മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡെങ്കിപ്പനി ജില്ലയുടെ പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ എല്ലാ പൊതുജനങ്ങളും തങ്ങളുടെ മാലിന്യ സംസ്കരണ മാർഗങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്നും കൊതുക് വളരുന്നില്ല എന്നും ഉറപ്പാക്കേണ്ടതുമാണ്. അതിനു വേണ്ടിയിട്ട് 18, 19, 20 തീയതികളിൽ, അതായത് ഈ ശനി ഞായർ ദിവസങ്ങളിൽ നടക്കുന്ന ഡ്രൈ ഡേ ആചരിക്കയിലും മെഗാ ക്ലീനിങ് പരിപാടികളിലും എല്ലാ പൊതുജനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാർ വകുപ്പുകളും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കേണ്ടതുമാണ് എന്ന നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. മഴക്കാലത്തുണ്ടാകുന്ന പകർച്ചവ്യാധികൾ പ്രതിരോധിക്കാൻ ആവശ്യമായ മരുന്നുകൾ ശേഖരിച്ചതായും ആശുപത്രികളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും സജീവമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കിയതായും ആരോഗ്യവകുപ്പ് പ്രതിനിധി യോഗത്തെ അറിയിച്ചു. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ജില്ലയിലെ താലൂക്ക് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ആംബുലൻസുകളും സജ്ജമാക്കി.
റോഡുകളുടെ വശങ്ങളിൽ കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ വളർന്നു നിൽക്കുന്ന കുറ്റിക്കാടുകളും റോഡിലേക്ക് ചേർന്നു നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങളും മുറിച്ചു മാറ്റുന്നതിനും നിലവിലുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ വൃത്തിയാക്കുന്നതിനും ആവശ്യമെങ്കിൽ പുതിയവ സ്ഥാപിക്കുന്നതിനും പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് NH വിഭാഗങ്ങളും NHAയും നടപടികൾ സ്വീകരിക്കണം. ജില്ലയിൽ എല്ലായിടങ്ങളിലും ലഭ്യമായ ആംബുലൻസുകൾ, JCB, ഹിറ്റാച്ചി, മരം മുറിക്കുന്നതിനുള്ള യന്ത്രങ്ങൾ എന്നിവ കണ്ടെത്തി ഇവയുടെ വിവരങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ മുഖേന ക്രോഡീകരിച്ച മെയ് 31 മുമ്പായി DEOCയിൽ ലഭ്യമാക്കണം. ഡാമുകളുടെ ഷട്ടറുകൾ തുറന്ന് ജലം പുറത്തേക്കൊഴുക്കേണ്ട സാഹചര്യമുണ്ടായാൽ മുൻകരുതലായി ബഹിർഗമന പാതയുടെ ഇരുവശങ്ങളിലുമുള്ള മാറ്റിപ്പാർപ്പിക്കേണ്ടവരുടെ വിവരശേഖരണം വില്ലേജ് ഓഫീസർമാർ മുഖേന നടത്തി ലിസ്റ്റ് തയ്യാറാക്കി തഹസിൽദാർമാർ DEOCയിൽ സമർപ്പിക്കേണ്ടതാണ്. യോഗത്തിൽ സബ് കളക്ടർമാരായ അരുൺ S. നായർ, VM ജയകൃഷ്ണൻ, ADM B. ജ്യോതി, മറ്റു വകുപ്പ് മേധാവികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വേനൽ മഴയിൽ ഇടുക്കിയിൽ വിവിധയിടങ്ങളിൽ വ്യാപക നാശം. കമ്പമട്ട്, കുഴിക്കണ്ടത്ത്, കുളമാക്കൽ തോമസ് ജോസിന്റെ ഏലകൃഷി ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. റോഡും അപകടാവസ്ഥയിലായി. കരുണാപുരത്ത് ചിറപ്പറമ്പിൽ പൊന്നമ്മയുടെ കൃഷിയിടം മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. കൃഷിയിടത്തിൽ കുഴികൾ രൂപപ്പെട്ടു. ഏലച്ചെടികൾ വ്യാപകമായി നശിച്ചു. കരുണാപുരത്ത് കാക്കശ്ശേരി വർഗീസിന്റെ വീടിനോട് ചേർന്നുള്ള റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് വീട് അപകടാവസ്ഥയിലായി. ഉടുമ്പൻചോലയിൽ വിവിധയിടങ്ങളിൽ മരമൊടിഞ്ഞു വീണ് ഏലം കൃഷി വ്യാപകമായി നശിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ മൂല്യച്യുതിക്കെതിരെ സമര പോരാട്ടങ്ങൾ നടത്തുമെന്ന് KSU സംസ്ഥാന നേതൃത്വം. സമരങ്ങൾ മൂലം കേസുകളിൽ അകപ്പെടുന്നവർക്ക് എല്ലാവിധ പിന്തുണയും നൽകും. കേസുകൾ KSU നടത്തും. പാർട്ടി നേതൃത്വത്തോട് പിന്തുണ അഭ്യർത്ഥിക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അറിയിച്ചു. KSU സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനങ്ങൾ സ്വീകരിച്ചത്. 2 ദിവസങ്ങളിലായി രാമക്കൽമേട്ടിൽ നടന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് അടുത്ത അധ്യയന വർഷം നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ തീരുമാനിച്ചത്. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. സംഘടന, രാഷ്ട്രീയ വിഷയങ്ങൾ, പാർലമെന്റ്, തെരഞ്ഞെടുപ്പ് അവലോകനം, കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിലുണ്ടായ മുന്നേറ്റം നിലനിർത്താനും നഷ്ടപ്പെട്ട യൂണിയനുകൾ പിടിച്ചെടുക്കാനുമുള്ള ആക്ഷൻ പ്ലാനിനും യോഗത്തിൽ രൂപരേഖ തയ്യാറാക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ചേൽപ്പിക്കുന്ന നിലപാടുകൾക്കെതിരെ തുടർ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. ഒപ്പം ഈ സംസ്ഥാന കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം വിദ്യാർത്ഥികൾ സംഘടനാപരമായും ഉണ്ടായിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള കേസുകൾ, പ്രശ്നങ്ങൾ ഇതെല്ലാം സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുക്കുന്ന തരത്തിൽ 14 ജില്ലകളിൽ അതിൻ്റെ ഒരു കോർഡിനേഷൻ നടത്തി ഞങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒപ്പം ഇത് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇനിയും അത്തരത്തിലുള്ള നടപടികളുമെല്ലാമായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ ഈ ക്യാമ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഈ അക്കാദമിക് ഇയറുമായി ബന്ധപ്പെട്ട് പുതിയ രൂപരേഖ മിഷൻ 2024 വലിയ മുന്നൊരുക്കങ്ങളോട് കൂടിയിട്ടാണ് കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് അല്ലെങ്കിൽ പൊതുയിടങ്ങളിലേക്ക് KSU നടന്നു നീങ്ങുന്നത്. പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി 2 മേഖലാ ക്യാമ്പുകളും സംഘടിപ്പിക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള പ്രവർത്തകരെ ഉൾപ്പെടുത്തി ആദ്യ ക്യാമ്പ് 24 മുതൽ 26 വരെ നെയ്യാർ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കും. കടുത്ത വേനൽ നാശം വിതച്ച ഇടുക്കിയിലെ ഏലം മേഖലയിൽ പുനർകൃഷിയും പ്രതിസന്ധിയിൽ. കൃഷിക്കായുള്ള ഏലത്തട്ടകൾ ആവശ്യത്തിന് കിട്ടാനില്ല. തട്ടകൾക്ക് വൻതോതിൽ വില ഉയരുമോ എന്ന ആശങ്കയും കർഷകർക്കുണ്ട്. ഏലം കൃഷിയിൽ മുൻപെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധം നാശനഷ്ടമാണ് ഇത്തവണത്തെ വേനൽ വിതച്ചത്. ഉടുമ്പൻചോലയിലെ ഏലമലക്കാടുകളിലെ 100 കണക്കിന് ഏക്കർ ഭൂമിയിലെ ഏലം കൃഷി നശിച്ചു. പുനർകൃഷി നടത്തിയാലും 2 വർഷത്തേക്ക് കർഷകന് യാതൊരു വരുമാനവും ലഭിക്കില്ല. ആവശ്യത്തിന് ഏലത്തട്ടകൾ ഇല്ലാത്തത് പുനർകൃഷിയെയും ബാധിക്കുമെന്നാണ് ആശങ്ക. നിലവിൽ തട്ടയ്ക്ക് 150 രൂപ മുതലാണ് വില. പുതുകൃഷി ചെയ്യുന്ന സമയത്ത് വില ഇരട്ടിയോളം ഉയരുമെന്ന ആശങ്കയുള്ളതായി കർഷകനായ സാബു പറയുന്നു. ഈ ഏലകൃഷി ഏതാണ്ട് പകുതി മുക്കാലോളം നശിച്ച ഒരു സാഹചര്യമാണ് നിലവിൽ. പുതിയതായിട്ട് കൃഷി ചെയ്യണമെങ്കിൽ തട്ട പോലും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. തട്ടയ്ക്ക് നല്ല വില കൊടുക്കേണ്ടി വരും. ചെറുകിട കർഷകരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വൻ തോട്ടവുടമകൾക്ക് പ്രശ്നമല്ല, പക്ഷേ ചെറുകിട കർഷകരെ വളരെ ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ അടിയന്തര സാഹചര്യത്തിൽ സ്പൈസസ് ബോർഡും ബാക്കി അതിൻ്റെ അനുബന്ധ ആൾക്കാർ കൃഷിഭവനുമൊക്കെ ബന്ധപ്പെട്ട് ആൾക്കാർക്ക് അടിയന്തരമായ സഹായം എത്തിക്കണമെന്നാണ്. തട്ട ഇപ്പോൾ 200 രൂപ 250 രൂപയാണ്. അപ്പോൾ ഈ ക്ഷാമം വന്നു കഴിയുമ്പോൾ 500 രൂപ വരെയൊക്കെ ആകാനുള്ള സാഹചര്യങ്ങളുണ്ട്. മഴക്കാലത്ത് ആദ്യ വിളവെടുപ്പ് ആരംഭിക്കേണ്ട സ്ഥാനത്ത് ഇത്തവണ കർഷകൻ പുനർകൃഷിയിലേക്ക് തിരിയേണ്ടി വരും. ചെറുകിട കർഷകരാണ് തട്ടയുടെ ക്ഷാമം മൂലം ഏറെ പ്രതിസന്ധി നേരിടുന്നത്. പാട്ടത്തിന് കൃഷിയിറക്കിയ പലരും കൃഷി ഉപേക്ഷിച്ച അവസ്ഥയുമുണ്ട്. പുനർകൃഷിക്കായി സ്പൈസസ് ബോർഡിന്റെ ഇടപെടൽ ഉണ്ടാവണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഉദയഗിരി സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപം നടത്തിയ വ്യക്തിക്ക് കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപം തിരികെ നൽകുന്നില്ലെന്ന് പരാതി. തുക തിരികെ നൽകാൻ നടപടി സ്വീകരിക്കാത്ത പക്ഷം
ബാങ്കിന്റെ മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന് നിക്ഷേപകനായ കല്ലുപുരയ്ക്കൽ KA ജോസഫ് കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 6 മാസ കാലാവധിയിൽ 10/5/2023 2 ലക്ഷം രൂപ ഉദയഗിരി ബാങ്കിന്റെ കൊച്ചുകാമാക്ഷി ബ്രാഞ്ചിൽ കല്ലുപുരയ്ക്കൽ KA ജോസഫ് നിക്ഷേപിച്ചത്. കാലാവധി പൂർത്തിയായതിനു ശേഷം പണം തിരികെ ചോദിച്ചപ്പോൾ ഇല്ലെന്ന മറുപടിയാണ് ബാങ്കിൽ നിന്നും ലഭിച്ചത്. തുടർന്ന് ബാങ്കിൽ കയറിയിറങ്ങിയ ശേഷം 50,000 രൂപ വീതം 2 തവണ തിരികെ നൽകി. SBIയുടെ അക്കൗണ്ടിൽ ലഭ്യമാക്കിയ തുക 16 പ്രാവശ്യമായാണ് ജോസഫ് പിൻവലിച്ചത്. ബാക്കി ലഭിക്കേണ്ട 1 ലക്ഷം രൂപയുടെ കാലാവധി മെയ് 10-ാം തീയതി പൂർത്തിയായതായും KA ജോസഫ് പറയുന്നു. KA ജോസഫ് എന്നാണ് എൻ്റെ പേര്. ഞാനാണ് ഈ പൈസ നിക്ഷേപിച്ച നിക്ഷേപകൻ. നിക്ഷേപത്തിന്റെ കാലാവധി ആയ സമയത്ത് ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടി ബാങ്കിനെ സമീപിക്കുകയും പൈസ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ ബാങ്കിന്റെ കൊച്ചുകാമാക്ഷി ബ്രാഞ്ചിൽ 2 വനിതാ ജീവനക്കാരാണുള്ളത്. അവിടെ ചെല്ലുമ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, നിങ്ങൾ ഭരണസമിതി പ്രസിഡന്റോ സെക്രട്ടറിയൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ പറയും. അങ്ങനെ അവർ തന്ന ഒരു ഫോൺ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സെക്രട്ടറിയെ വിളിക്കുകയുണ്ടായി. സെക്രട്ടറിയെ വിളിക്കുമ്പോൾ വളരെ ദാർഷ്ട്യമായിട്ട് പൈസ തരാനുള്ള നിർവാഹമില്ല, തിരിച്ചടവ് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്നോട് ആദ്യമേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിത് വായ്പയായിട്ടോ ഔദാര്യമായിട്ടോ അല്ല, ഞാൻ നിക്ഷേപിച്ച പൈസ എനിക്ക് ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞപ്പം അയാൾ വളരെ ധിക്കാരപരമായിട്ട് എന്നോട് ഫോണിലൂടെ സംസാരിച്ചത്. നടപടി നടത്തിക്കൂ, കാരണം മേടിക്കാമെങ്കിൽ മേടിച്ചു, ഇവിടെ മലയാള ഭാഷയിലല്ലേ പറഞ്ഞത്, ഇത് പൈസയിൽ നിന്ന് എന്ന് ഒരു മോശമായ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് മറ്റു മാർഗങ്ങളില്ല. ഞാൻ ഹൃദ്രോഗി മാത്രമല്ല, ഷുഗറും വാദസംബന്ധമായ പല രോഗങ്ങളും എനിക്കുണ്ട്. എനിക്കെല്ലാം ചികിത്സിക്കുന്ന റിക്കാർഡ്സ് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ പൈസ എനിക്ക് കിട്ടണം. അത് കിട്ടാത്ത മുറയ്ക്ക് അടുത്ത ബുധനാഴ്ച മുതൽ ബാങ്കിന്റെ മുമ്പിൽ സമരം ചെയ്യാനാണ് എൻ്റെ തീരുമാനം. നിക്ഷേപം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടപ്പോൾ ബാങ്ക് സെക്രട്ടറി മോശമായി സംസാരിച്ചതായും പരാതിയുണ്ട്. ചികിത്സയ്ക്കും മറ്റ് ആവശ്യങ്ങൾക്കും ബുദ്ധിമുട്ടുന്ന ജോസഫിന് ആകെയുള്ള മാർഗമായ ഈ പണം തിരികെ കിട്ടുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം 22-ാം തീയതി ബുധനാഴ്ച ബാങ്കിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന് കോൺഗ്രസ് കാമാക്ഷി മണ്ഡലം പ്രസിഡന്റ് PM ഫ്രാൻസിസ് പറഞ്ഞു. ഒരു നിക്ഷേപകന് കേൾക്കേണ്ടി വരുന്ന വളരെ പ്രയാസപ്പെട്ട രീതിയിലുള്ള ഒരു ധിക്കാരപരമായ സമീപനം ബാങ്കിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പൊ അതിനെതിരെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഹൃദ്രോഗിയാണ്. രോഗചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പണനിക്ഷേപം അവിടെ നടത്തിയത്. ആവശ്യമായി വരുന്ന സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് പോകുന്നതിനും മറ്റ് ചികിത്സാ ചെലവുകൾക്ക് ആവശ്യമായിട്ട് വരുമ്പോൾ നിക്ഷേപം പിൻവലിക്കാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആ നിക്ഷേപം അവിടെ നടത്തിയത്. അപ്പോൾ ആ നിക്ഷേപ തുക തിരികെ ലഭിക്കുന്നതിന് പകരമായിട്ട് ബാങ്കിൽ പണമില്ല എന്നും നിക്ഷേപം വാങ്ങാമെങ്കിൽ വാങ്ങിച്ചോ എന്നുള്ള ഒരു ധാർഷ്ട്യത്തോടുകൂടിയുള്ള ഒരു സമീപനം, അതൊരു ധനകാര്യ സ്ഥാപനം, ഏത് സ്ഥാപനമാണെങ്കിലും അത്തരത്തിലുള്ള സമീപനം ഒരു നിക്ഷേപനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിനെതിരെ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മറ്റ് അധികാരികളുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായി അദ്ദേഹത്തിന് നിക്ഷേപത്തിന് തുക തിരിച്ചു കിട്ടാനുള്ള നടപടികളിലേക്ക് പോകണം. വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം പ്രസിഡന്റ് ഷാജി മടുത്തുമുറിയിൽ, കാമാക്ഷി മണ്ഡലം പ്രസിഡന്റ് PM ഫ്രാൻസിസ്, അഭിലാഷ് പരിന്തിരിക്കൽ, ജോണി കരിക്കൊമ്പിൽ, KA ജോസഫ് എന്നിവർ പങ്കെടുത്തു. ഇനി HCN വാർത്താ പരമ്പരയായ കുരുക്കഴിയാത്ത കട്ടപ്പന. ആധുനിക പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയാൽ അനധികൃത പാർക്കിംഗ് മൂലമുണ്ടാകുന്ന ഗതാഗതക്കുരുക്കിൽ നിന്നും കട്ടപ്പനയ്ക്ക് രക്ഷ നേടാൻ കഴിയുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് സെക്രട്ടറി ജോഷി കുട്ടട. നിലവിൽ ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുകയാണ് കട്ടപ്പന. ഇതിന് അടിയന്തര പരിഹാരമാണ് നഗരസഭയുടെ പക്കൽ നിന്നും ഉണ്ടാകേണ്ടത്. കട്ടപ്പന നഗരത്തെ വലയ്ക്കുന്ന ഗതാഗത പ്രതിസന്ധികളിൽ പ്രധാന കാരണങ്ങളിലൊന്നാണ് അനധികൃത പാർക്കിംഗ്. വാഹനപ്പെരുപ്പം കട്ടപ്പന നഗരത്തെ ഞെരുക്കുമ്പോൾ പാർക്കിംഗ് സംവിധാനങ്ങളിലെ അപര്യാപ്തതകളാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. വീതി കുറഞ്ഞ പാതയിൽ പല വ്യാപാര സ്ഥാപനങ്ങൾക്കും സ്വന്തമായി പാർക്കിംഗ് ഇല്ല.
ഇതോടെ വാഹനങ്ങൾ റോഡിലിടാൻ പൊതുജനങ്ങൾ നിർബന്ധിതരാവുകയാണ്. ഇതിനായി അത്യാധുനിക രീതിയിലുള്ള പാർക്കിംഗ് സംവിധാനങ്ങൾ നഗരസഭ ഏർപ്പെടുത്തണമെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് സെക്രട്ടറി ജോഷി കുട്ടട പറഞ്ഞു. നമ്മുടെ ജീവിതത്തിന്റെ ഭൗതിക സാഹചര്യങ്ങൾ ഉയരുന്നതനുസരിച്ച് നമ്മുടെ വീടുകളിലൊക്കെ 1-2 വാഹനങ്ങളായിട്ടുണ്ട്. പക്ഷെ അതിനനുസരിച്ച് വഴി സൗകര്യങ്ങൾ അമിതമായി ഉണ്ടാകുന്നില്ല. അതിൻ്റെതായ ഒരു പോരായ്മ കട്ടപ്പന ടൗണിനെ സംബന്ധിച്ച് നിലവിലുണ്ട്. വാഹനങ്ങൾ അമിതമാകുന്നുണ്ടെങ്കിലും വഴികൾ വർദ്ധിക്കാത്തതിൻ്റെതായ ഉള്ള വഴികൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയാത്തതിൻ്റെതായ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. അതിന് ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗം കട്ടപ്പന ടൗണിൽ പോലും വാഹനങ്ങളുടെ പ്രത്യേകിച്ച് അശോക ജംഗ്ഷൻ മുതൽ സെൻട്രൽ ജംഗ്ഷൻ വരെയുള്ള ഇടയെന്ന് പറയുന്നത് ഒരാൾക്ക് പോലും നിന്ന് തിരിയാൻ മേലാത്ത പോലെ വാഹനങ്ങളുടെ ബാഹുല്യം കാരണമുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതിന് പരിഹാരം എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി ആണെങ്കിലും അധികാരിവർഗം നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള വാഹന പാർക്കിങ്ങുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക. അതോടൊപ്പം തന്നെ കോട്ടയം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഇടുക്കി റൂട്ടിലോട്ട് പോകണമെങ്കിൽ ഗവൺമെന്റ് ഐറ്റി വെള്ളയാങ്കുടി റോഡ് സഞ്ചാരയോഗ്യമായ കുറെ കൂടി സൗകര്യപ്രദമായ രൂപത്തിൽ സഞ്ചാരയോഗ്യമാക്കുക. അതോടൊപ്പം തന്നെ പാറക്കടവിൽ നിന്ന് പോകുന്ന ബൈപ്പാസ് റോഡുകൾ നല്ല സൈൻ ബോർഡുകളൊക്കെ ഉപയോഗിച്ച് നന്നായി അത് ആളുകൾക്ക് വ്യക്തമായ രൂപത്തിൽ വഴികൾ കാണാവുന്ന രൂപത്തിൽ ആ വഴികളും കൂടി പ്രയോജനപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നമ്മുടെ SN ജംഗ്ഷനിലുള്ള റോഡ്, അതോടൊപ്പം തന്നെ നമ്മുടെ വെട്ടിക്കുഴക്കവരയിൽ നിന്ന് വരുന്ന വഴികൾ, വെള്ളയാങ്കുടി വഴികൾ, ഔട്ടർ റോഡുകളെല്ലാം ഭംഗിയായി വീതി കൂട്ടി വാഹനങ്ങൾ കടന്നു പോകാവുന്ന പരുവത്തിൽ നന്നായി പ്രയോജനപ്പെടുത്തുവാണെങ്കിൽ ടൗണിലെ തിരക്ക് ഒരു പരിധി വരെ കുറയ്ക്കുന്നതിനും ആളുകൾക്ക് സർവ്വസാധാരണമായി കടകളിൽ നിന്ന് സാധനങ്ങൾ മേടിച്ച് ഒരു 2 മിനിറ്റൊക്കെ വഴിയിൽ വണ്ടി നിർത്തി സാധനങ്ങളൊക്കെ മേടിച്ച് പോകുന്നതിന് ഉള്ള സാഹചര്യം ഉണ്ടാവും. കച്ചവടക്കാർക്കും അത് നല്ലതാണ്, വാഹനവുമായി വരുന്ന ആളുകൾക്കും നല്ലതാണ്. ഈ പോലീസും വാഹനം കൊണ്ട് വരുന്ന ആളുകളും അല്ലെ കച്ചവടക്കാരും ഒക്കെ ആയിട്ടുള്ള ചെറിയ രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അത് ഒഴിവാക്കുന്നതിനും ടൗണിന്റെ വികസനത്തിനും അത് പ്രയോജനപ്പെടും എന്നുള്ളതാണ് എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പാർക്കിംഗ് കട്ടപ്പന, പ്രത്യേകിച്ച് കട്ടപ്പനത്തെ സ്ഥലം ലഭ്യത കുറവ് ഒരു പാർക്കിങ്ങിനെ നന്നായി ബാധിക്കുന്നുണ്ട്. അത് നമ്മുടെ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആധുനിക പാർക്കിംഗ് സംവിധാനങ്ങൾ 2 നിലയും 5 നിലയും 7 നിലയും ഒക്കെയുള്ള നിലയിൽ പാർക്കിംഗ് സംവിധാനങ്ങളുണ്ട്. അപ്പൊ 7 നിലയിലും വണ്ടികൾ കയറ്റിയിടുന്നതിനും അത് തുച്ഛമായ ഒരു പൈസ കൊടുത്ത് പാർക്ക് ചെയ്യുന്നതിനും അത്രയും സ്ഥലങ്ങൾ നമുക്ക് ഉപയോഗിക്കുന്നതിനും വാഹനങ്ങൾ നന്നായി അത് പാർക്ക് ചെയ്ത് സുരക്ഷിതത്തോടു കൂടി അത് പാർക്ക് ചെയ്യുന്നതിനുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഇന്ന് നമുക്കുണ്ട്. അതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്തി കുറെ കൂടി അഡ്വാൻസ് ആയിട്ട് ഈ ടൗണിലെ ട്രാഫിക് വിഷയങ്ങളും വാഹനപ്പെരുപ്പും ഒക്കെ ഒരു പരിധി വരെ പരിഹാരം കണ്ടെത്തുവാനായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തിയാൽ നല്ലതായിരിക്കും. പാർക്കിങ്ങിലെ അത്യാധുനിക സംവിധാനത്തോടൊപ്പം ബൈപ്പാസ് റോഡുകൾ ഉപയോഗിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കണം. പലപ്പോഴും ബൈ റോഡുകളുള്ള വിവരം അറിയാതെയാണ് നഗരത്തിലേക്ക് വാഹനങ്ങൾ എത്തുന്നത്. ഇതിനായി ബൈപ്പാസ് റോഡുകളിലേക്ക് തിരിഞ്ഞു പോകേണ്ട ഭാഗങ്ങളിൽ വ്യക്തമായ ദിശാസൂചന സംവിധാനങ്ങൾ ഉണ്ടാകണം. അത്തരത്തിൽ ഗതാഗത പരിഷ്കരണങ്ങൾ കൂടി നടപ്പിലാക്കിയാൽ കട്ടപ്പനയെ വലയ്ക്കുന്ന ഗതാഗത പ്രതിസന്ധിക്ക് പരിഹാരമാകും. ഒപ്പം റോഡുകളുടെ ഗുണമേന്മ വർദ്ധിപ്പിച്ചാൽ ആളുകൾ ബൈപ്പാസ് റോഡുകളെ ആശ്രയിക്കും. ഇതോടെ ആവശ്യമില്ലാതെ ടൗണിലെത്തുന്ന വാഹനങ്ങളുടെ എണ്ണത്തിലും കുറവുണ്ടാകും. നഗരസഭ ഇക്കാര്യത്തിൽ അടിയന്തര നടപടിയെടുക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. KK വിനോദ് ഉൾപ്പെടെയുള്ള അനശ്വര രക്തസാക്ഷികൾ നൽകിയ ഊർജ്ജവും പോരാട്ടവീര്യവുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതെന്ന് ഉടുമ്പൻചോല MLA എം മണി. KK വിനോദിന്റെ 23ാമത് രക്തസാക്ഷിത്വ ദിനാചരണം ഇരട്ടയാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കട്ടപ്പന ഏരിയയിലെ എല്ലാ ബ്രാഞ്ചുകളിലും വിനോദ് രക്തസാക്ഷി മണ്ഡപത്തിൽ പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടന്നു. ഇരട്ടിയാർ ടൗണിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ നടന്ന അനുസ്മരണ റാലിയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം പങ്കെടുത്തു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച ഊർജ്ജസ്വലനായ പ്രവർത്തകനായിരുന്നു KK വിനോദെന്നും സംസ്ഥാനത്ത് UDFന്റെ ഭരണകാലയളവിൽ അധികാരത്തിന്റെ മറവിൽ നിരവധി പാർട്ടി പ്രവർത്തകരെ കൊന്നൊടുക്കി CPMനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോഴും പ്രതിസന്ധികളെ അതിജീവിച്ച ജനകീയ പോരാട്ടങ്ങളിലൂടെ ശക്തമായി തിരിച്ചുവന്നുവെന്നും എം മണി MLA പറഞ്ഞു.
സഹാവ് വിനോദിൻ്റെ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഈ രാജ്യത്തെ പൊരുതുന്ന ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കമ്മ്യൂണിസ്റ്റ് പാർട്ടി 57 മുതൽ അധികാരത്തിൽ വരുമെങ്കിലും ഒരു തുടർ ഗവൺമെൻറ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ചിരുന്നില്ല. നമ്മൾ അധികാരത്തിൽ വരും പോകും, തുടർന്ന് കോൺഗ്രസ് അധികാരത്തിൽ വരും. ഈ പ്രക്രിയയായിരുന്നു എങ്കിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, സഹാവ് വിനോദിൻ്റെ പാർട്ടി ഒരു ഭരണ തുടക്കം നേടി. സഹാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് രണ്ടാമത് വീണ്ടും സഹാവ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഈ കാലഘട്ടത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഈ നാട്ടിൽ അധ്വാനിക്കുന്ന തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും ആവേശം പകരുന്നതാണ് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ഇരട്ടയാർ ലോക്കൽ സെക്രട്ടറി ലിജു വർഗീസ് അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി CV വർഗീസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS മോഹനൻ, ജില്ലാ കമ്മിറ്റി അംഗം KR സോദരൻ, ഏരിയ സെക്രട്ടറി VR സജി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ മാത്യു ജോർജ്, PB ഷാജി, KP സുമോദ്, ജോയി ജോർജ്, KN ബിനു തുടങ്ങിയവർ സംസാരിച്ചു. ജിഷ ഷാജി, KN വിനീഷ് കുമാർ, VV ജോസ്, ലിജോബി ബേബി, PV സുരേഷ്, DYFI ജില്ലാ കമ്മിറ്റി അംഗം ഫൈസൽ ജാഫർ, വിനോദിന്റെ അമ്മ വള്ളിയമ്മ, ഭാര്യ ജയ വിനോദ്, മകൻ വിനീഷ് വിനോദ്, മകൾ ഗംഗാ വിനോദ്, കുടുംബാംഗങ്ങൾ എന്നിവർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു. MC കട്ടപ്പന അനുസ്മരണം കട്ടപ്പന പ്രസ് ക്ലബ്ബിൽ നടന്നു. ദർശന പ്രസിഡന്റ് EJ ജോസഫ് അധ്യക്ഷത വഹിച്ചു. MC കട്ടപ്പനയുടെ സംഭാവനകൾ വിലയിരുത്താനും കട്ടപ്പനയുടെ ആദരാഞ്ജലി രേഖപ്പെടുത്താനുമായിട്ടാണ് കട്ടപ്പന പൗരാവലിയുടെ നേതൃത്വത്തിൽ പ്രസ് ക്ലബ് ഹാളിൽ MC സ്മൃതി കൂട്ടായ്മ എന്ന പേരിൽ അനുസ്മരണം സംഘടിപ്പിച്ചത്. സ്വന്തം പേരിന് പകരം കട്ടപ്പനയുടെ പേര് ചേർത്ത് പിടിച്ച് നാടിനെ അത്രമാത്രം സ്നേഹിച്ച കലാകാരനായിരുന്നു MC കട്ടപ്പനയെന്ന മുൻഎംപി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് പറഞ്ഞു. ഇപ്പോൾ കട്ടപ്പന ഇന്ന് നമ്മുടെ ഇടുക്കിയുടെ ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറുന്നു. ഒട്ടനവധി കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, സിനിമാ നടന്മാരുൾപ്പെടെയുള്ള കലാരംഗത്ത് അടയാളപ്പെടുത്തപ്പെടുന്ന പേരുകളിൽ ഉടമകൾ ഉണ്ടാകുന്ന ഒന്നായി ഒരു പ്രദേശമായി കട്ടപ്പന മാറും. അപ്പൊ അതിനെല്ലാം മുന്നേ നടന്ന അതിനൊക്കെ പ്രചോദനമായ ഒരാളാണ് ബഹുമാനായ MC കട്ടപ്പന. മാത്രമല്ല, അങ്ങനെ ഒരു സാമൂഹ്യ പരിസരം അല്ലെങ്കിൽ അങ്ങനെ കലാപരമായ ഒരു പ്രവർത്തിക്കാൻ, കലാരംഗത്തേക്ക് ആളുകൾക്ക് കടന്നു വരാൻ ഒക്കെ പറ്റുന്ന ഒരു പരിസര സൃഷ്ടിക്ക് നേതൃത്വം നൽകിയ ഒരാൾ കൂടിയാണ് MC കട്ടപ്പന എന്ന് നമുക്ക് ഈ അവസരത്തിൽ സ്മരിക്കേണ്ടിയിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, CPM ഏരിയ സെക്രട്ടറി VR സജി, BJP ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ, CPI മണ്ഡലം സെക്രട്ടറി VR ശശി, നഗരസഭാ കൗൺസിലർമാരായ മനോജ് മുരളി, സിജോമോൻ ജോസ്, ജോർജി മാത്യു, സുഗതൻ കരുവാറ്റ, അനിൽ K ശിവറാം, മോബിൻ മോഹൻ, MT വിപിൻദാസ്, വിവിധ സംഘടനാ പ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ പ്രതിഷേധം ഫലം കണ്ടു. കട്ടപ്പന നഗരസഭയിൽ തെരുവോര കച്ചവടങ്ങൾക്ക് പൂർണ്ണ വിലക്കേർപ്പെടുത്തി. കൂടാതെ സമിതി ഉന്നയിച്ച വിവിധ ആവശ്യങ്ങൾ കൂടി നടപ്പിലാക്കണമെന്ന് വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് പറഞ്ഞു. കട്ടപ്പന നഗരസഭാ പരിധിയിൽ അനധികൃത തെരുവോര കച്ചവടങ്ങൾ വ്യാപകമാകുന്നതിനെതിരെ കഴിഞ്ഞ ദിവസം വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റ് നഗരസഭയ്ക്ക് നിവേദനം നൽകിയിരുന്നു. തെരുവോര കച്ചവടങ്ങൾ വ്യാപകമാകുന്നതിലൂടെ വ്യാപാരികൾക്കുണ്ടാകുന്ന പ്രതിസന്ധികളും വിവിധ പൊതുവിടങ്ങളിലെ പ്രതിസന്ധികളും വിവരിച്ചാണ് നിവേദനം നൽകിയത്. ഇതിൽ വഴിയോര കച്ചവടങ്ങൾ പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടുള്ള നടപടി സ്വീകരിച്ചെന്നാണ് നഗരസഭ വ്യക്തമാക്കി മറുപടി നൽകിയിരിക്കുന്നത്. നഗരസഭയുടെ തീരുമാനം സ്വാഗതം ചെയ്യുന്നുവെന്നും പൊതുമാർക്കറ്റിലെ ഗതാഗത പ്രതിസന്ധി, പുതിയ ബസ് സ്റ്റാൻഡിലെ വ്യാപാരികൾ നേരിടുന്ന ശുദ്ധജല പ്രതിസന്ധി എന്നിവയിലും നടപടിയുണ്ടാകണമെന്നും കേരള വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പരാതി. ആ പരാതിയിൽ പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് ദോഷകരമായിട്ട് ഉള്ള രീതിയിൽ ബാധിക്കുന്ന പല വ്യാപാരങ്ങളും തെരുവോരങ്ങളിൽ നടത്തുകയും അത് കട്ടപ്പനയിലെ വ്യാപാരികളെ അങ്ങേയറ്റം ദോഷകരമായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള തെരുവോര കച്ചവടം നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിന് ഇപ്പം കട്ടപ്പന മുനിസിപ്പാലിറ്റി അടിയന്തരമായിട്ട് അതിനകത്ത് നടപടി എടുക്കുകയും തെരുവോര കച്ചവടം നിരോധിച്ചതായി സമിതിക്ക് അറിയിപ്പ് തന്നിട്ടുള്ളതുമാണ്. അത് കട്ടപ്പന ചെയർപേഴ്സണോടും കട്ടപ്പന മാധ്യമ പ്രവർത്തകരോടും അങ്ങേയറ്റം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യാപാരി വ്യവസായി സമിതി മറ്റ് 3-4 കാര്യങ്ങൾ കൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയോട്.
കട്ടപ്പന പുതിയ സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ്, ടെർമിനൽ, ആ ടെർമിനലിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ കുടിവെള്ളം എത്തിക്കാനുള്ള സൗകര്യം അടിയന്തരമായി ചെയ്യണമെന്ന് വ്യാപാരി വ്യവസായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ നടപടി ഉടൻ ഉണ്ടാകണമെന്ന് വ്യാപാരി വ്യവസായി സമിതി അത് അങ്ങേറ്റം ഇതായിട്ട് പറയുന്നു. അതുപോലെ കട്ടപ്പനയിലെ മാർക്കറ്റുകൾ, അതായത് മത്സ്യ മാർക്കറ്റും പച്ചക്കറി മാർക്കറ്റും, അവിടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകൾ അടിയന്തരമായിട്ട് അതിൻ്റെ നിർമ്മാണം നടത്തണമെന്നും വ്യാപാരി വ്യവസായി സമിതി ആവശ്യപ്പെടുന്നു. കട്ടപ്പന പൊതുമാർക്കറ്റിലെ പാതകൾ ഏറെ ശോചനീയാവസ്ഥയിലാണ്. നാളുകളായി തകർന്നു കിടന്നിട്ടും അധികൃതർ ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല. ഇത് മാർക്കറ്റിലെത്തുന്നവർക്കും വ്യാപാരികൾക്കും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. അതോടൊപ്പം കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ വ്യാപാരികൾ നേടുന്ന ശുദ്ധജലക്ഷാമത്തിനും പരിഹാരം കാണേണ്ടതുണ്ട്. അടിയന്തരമായി നഗരസഭ ഇക്കാര്യങ്ങളിൽ കൂടി നടപടി സ്വീകരിക്കണമെന്നാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ ആവശ്യം. കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ നിന്നും രാജീവ് ഗാന്ധിയുടെ സ്മൃതിയാത്ര സംഘടിപ്പിക്കും. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ക്യാപ്റ്റനായുള്ള സ്മൃതിയാത്ര മെയ് 18 വണ്ടിപ്പെരിയാറിൽ നിന്നും പുറപ്പെട്ട് രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട ചെന്നൈ ശ്രീ പെരുമ്പത്തൂരിൽ മെയ് 21 എത്തിച്ചേരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും വണ്ടിപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് ചെന്നൈക്ക് സമീപം രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട ശ്രീ പെരുമ്പത്തൂരിലേക്ക് രാജീവ് ഗാന്ധി സ്മൃതിയാത്ര സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി മെയ് 18 വൈകുന്നേരം 4 മണിക്ക് വണ്ടിപ്പെരിയാറിൽ നിന്നും ആരംഭിക്കുന്ന രാജീവ് ഗാന്ധി സ്മൃതിയാത്രയിൽ AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ക്യാപ്റ്റനായിരിക്കും. DCC ജനറൽ സെക്രട്ടറി S അശോകൻ രാജീവ് ഗാന്ധി സ്മൃതിയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്ന് KPW യൂണിയൻ ഭാരവാഹികൾ വണ്ടിപ്പെരിയാറിൽ അറിയിച്ചു. IT രംഗത്ത്, കമ്പ്യൂട്ടർ സാങ്കേതിക രംഗത്ത് ഇന്ത്യ മഹാരാജ്യത്തെ ലോകരാജ്യങ്ങളുടെ നെറുകയിൽ എത്തിക്കുന്നതിന് വേണ്ടി ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തിച്ച രാജീവ് ഗാന്ധിയുടെ സേവനങ്ങളും രാജീവ് ഗാന്ധിയുടെ സ്മരണകളും പുതിയ തലമുറയ്ക്ക് കൈമാറുക എന്ന ഉദ്ദേശത്തോടുകൂടി കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 15 വർഷമായി അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ച ശ്രീ പെരുമ്പത്തൂരിലേക്ക് ജാഥ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷങ്ങളിലെയും പോലെ ഈ വർഷവും ശ്രീ പെരുമ്പത്തൂരിലേക്ക് പീരുമേട്ടിൽ നിന്നുള്ള ജാഥ മെയ് മാസം 18 4:30 വണ്ടിപ്പെരിയാറിൽ വെച്ച് KPCCയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. KPW യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത്, INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി PR അയ്യപ്പൻ, പീരുമേട് റീജിയണൽ പ്രസിഡന്റ് KA സിദ്ദീഖ്, മേഖലാ പ്രസിഡന്റ് R ഗണേശൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷാൻ അരുവിപ്ലാക്കൽ തുടങ്ങിയവർ രാജീവ് ഗാന്ധി സ്മൃതിയാത്രയ്ക്ക് നേതൃത്വം നൽകും. വണ്ടിപ്പെരിയാറിൽ നിന്നും ആരംഭിക്കുന്ന സ്മൃതിയാത്ര കുമളി, കമ്പം, തേനി, ദിണ്ടുക്കൽ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മെയ് 21 ശ്രീ പെരുമ്പത്തൂരിൽ എത്തിച്ചേരുമെന്ന് KPW യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത്, KA സിദ്ദീഖ്, R ഗണേശൻ, ഷാൻ അരുവിപ്ലാക്കൽ, ഷാജി കുരിശുമൂട് എന്നിവർ അറിയിച്ചു. അച്ഛൻ്റെ ആഗ്രഹം പോലെ മീനാക്ഷി എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. പക്ഷേ മുന്നോട്ടുള്ള പഠനം ഇനി എങ്ങനെയെന്ന് മീനാക്ഷിക്ക് അറിയില്ല. അച്ഛനും അമ്മയും ആശുപത്രി കിടക്കയിൽ കഴിയുകയാണ് മീനാക്ഷി SSLC പരീക്ഷ എഴുതിയത്. വിജയത്തിൻ്റെ മധുരം പങ്കുവെക്കുന്നതിന് മുൻപ് അർബുദബാധിതനായിരുന്ന അച്ഛൻ യാത്രയായി. കൂലിവേലക്കാരനായ നെടുങ്കണ്ടം മാവടി സ്വദേശി സതീഷിന് 3 വർഷം മുൻപാണ് കഴുത്തിൽ ക്യാൻസർ സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം RCCയിലായിരുന്നു തുടർ ചികിത്സ. മകൾ മീനാക്ഷി SSLCക്ക് ഉന്നത വിജയം നേടണമെന്നും പഠിച്ചു മിടുക്കിയാകണമെന്നും സതീഷിന് വലിയ ആഗ്രഹമായിരുന്നു. പരീക്ഷയ്ക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് രോഗം മൂർച്ഛിച്ച് സതീഷ് ആശുപത്രിയിലായി. തൈറോയിഡ് അസുഖബാധയെ തുടർന്ന് അമ്മയും ആശുപത്രിയിലായി. ഇതോടെ ഒറ്റയ്ക്കിരുന്ന് പഠിച്ചാണ് മീനാക്ഷി ഉന്നത വിജയം നേടിയത്. എന്നാൽ ഫലം വരുന്നതിന് ഒരാഴ്ച മുൻപ് സതീഷ് മരിച്ചു. പരീക്ഷയ്ക്ക് നല്ല രീതിക്ക് ഇതായിരുന്നു. കാരണം വീട്ടിൽ ഇപ്പോഴും തന്നെ ഹോസ്പിറ്റൽ ഇഷ്യൂസ് ആയിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് പഠിക്കാൻ ഒരു ഇത് കിട്ടി. അവർ രണ്ടുപേരും തന്നെ നല്ല സപ്പോർട്ടായിരുന്നു. അവർക്ക് എത്ര മേലെങ്കിലും അവർ രണ്ടുപേരും തന്നെ അത്രയധികം തന്നെ ഒരു സപ്പോർട്ട് ചെയ്താണ് നിന്നിട്ടുള്ളത്. അച്ഛയ്ക്ക് മേലെങ്കിൽ ഞങ്ങളെ അധികമൊന്നും അറിയിക്കാതെ പുള്ളിക്കാരൻ നിന്നു. അമ്മയാണെങ്കിലും അതെ. മോഡലിൻ്റെ സമയത്താണെങ്കിലും അവർ രണ്ടുപേരും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല. ഞാൻ ആൻറ്റിയുടെ വീട്ടിലാണ് നിന്നത്. അവിടെ നിന്ന് മോഡലിൻ്റെ എക്സാം മൊത്തം അറ്റൻഡ് ചെയ്തത്. അവർ ഏകദേശം SSLC ടൈമിലാണെങ്കിൽ പോലും രണ്ടുപേർക്കും മേലായിരുന്നു. അച്ഛയ്ക്ക് തീരെ മേലായിരുന്നു. എങ്കിൽ പോലും അവർ രണ്ടുപേരും നല്ല സപ്പോർട്ടീവായിട്ടാണ് നിന്നത്. പരീക്ഷയ്ക്ക് SSLCക്ക് ഫുൾ A+ കിട്ടിയപ്പം ഒരുപാട് സന്തോഷമായി. പക്ഷേ എന്താ പറയുക, വലിയൊരു സങ്കടമുണ്ട്. അച്ഛനൊപ്പം ഉണ്ടായിരുന്നില്ല.
അച്ഛയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു SSLCക്ക് ഫുൾ A+ മേടിക്കാന്നുള്ളത്. അച്ഛ ഒപ്പം ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊരു വലിയ കുറവ് തന്നെയാണ്. 10ാം ക്ലാസ്സിൽ മികച്ച വിജയം നേടിയെങ്കിലും മുന്നോട്ടുള്ള പഠനം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മോഡലിന്റെ പരീക്ഷയുടെ സമയത്ത് ഞാൻ തൈറോയിഡിന്റെ അത് ഒത്തിരി പ്രശ്നം കൂടിയിട്ട് ഒരു ശ്വാസം മുട്ടലായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പം അത് കഴിഞ്ഞ് ആശുപത്രി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അന്നേരം ഈ പരീക്ഷയുടെ സമയത്തായതുകൊണ്ട് 2 മാസം കൂടെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ സമ്മതിച്ചില്ല. അങ്ങനെ കൊച്ചിൻ്റെ പരീക്ഷയുടെ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഹസ്ബൻഡാണേലും ഹോസ്പിറ്റലല്ലെങ്കിലും പുള്ളി സീരിയസ് ആയിട്ട് ഇരിപ്പായിരുന്നു. പെങ്ങളുടെ വീട്ടിലായിരുന്നു. ഒരു ഏകദേശം ഒരു 3 ആഴ്ചയോളം ഞാൻ ഹോസ്പിറ്റലിൻ്റെ എൻ്റെ ടെസ്റ്റും ഒക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പറേഷനും ഒക്കെ കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞാണ് വീട്ടിൽ വരുന്നത്. നാട്ടുകാരുടെ സഹായത്തോടെയാണ് സതീഷിന്റെ ചികിത്സാ ചെലവുകൾ നടത്തിയിരുന്നത്. ഡോക്ടറാകണമെന്ന മീനാക്ഷിയുടെ ആഗ്രഹം ഇനി എങ്ങനെ സഫലമാകുമെന്നാണ് ആശങ്ക. കുടുംബത്തിന്റെ അവസ്ഥ പരമദയനീയമാണ്. അച്ഛന് പെയിന്റിംഗ് തൊഴിലാളിയായിരുന്നു. ജോലി ചെയ്താലും ജീവിച്ചുകൊണ്ടിരുന്നു. 3 വർഷമായിട്ട് ക്യാൻസറായി. ഒരു ഘട്ടത്തിൽ അത് ക്രിട്ടിക്കലായി. ആ ക്രിട്ടിക്കലായ ഘട്ടത്തിൽ തന്നെയാണ് അമ്മയ്ക്കും തൈറോയ്ഡ് വന്ന് ഓപ്പറേഷൻ ഫേസ് ചെയ്ത്. അങ്ങനെ അച്ഛനും അമ്മയും ഒരേപോലെ ഹോസ്പിറ്റലായ ഘട്ടത്തിലാണ് കൊച്ചിൻ്റെ പരീക്ഷ നടക്കുന്നത്. ഇത്രയും സാഹചര്യത്തിലായിട്ട് പോലും അവൾ നന്നായി പഠിച്ച് ഫുൾ A+ മേടിച്ചു. അവളുടെ വലിയ ആഗ്രഹം ഡോക്ടറാകണമെന്നാണ്. പക്ഷേ വലിയ പ്രതിസന്ധിയാണ് ഇനി ഈ കുടുംബത്തിൻ്റെ കാര്യം. അപ്പം ഏതെങ്കിലും ഇതുവരെയുള്ള കാര്യങ്ങൾക്കൊക്കെ ട്രീറ്റ്മെൻറ്റിനും മറ്റുമൊക്കെ ഞങ്ങൾ ഈ ഇവിടുത്തെ എല്ലാ ആളുകളും എല്ലാവരും ചേർന്ന് നല്ലപോലെ പറ്റുന്ന പോലെ ഞങ്ങൾ സഹായിച്ച് കുടുംബത്തെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ തുടർന്നുള്ള അവരുടെ വിദ്യാഭ്യാസം മറ്റു കാര്യങ്ങൾക്കൊക്കെ ഏതെങ്കിലും സുമനസ്സുകളുടെ സഹായം കിട്ടിയെങ്കിൽ മാത്രമേ അവൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയുള്ളൂ. അച്ഛന്റെ ആഗ്രഹം സാധിച്ചതുപോലും പങ്കുവയ്ക്കാൻ മീനാക്ഷിക്ക് സാധിച്ചില്ല. തുടർന്നുള്ള യാത്രയിൽ സഹായമായി ആരെങ്കിലും കരം പിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. കുഴൽക്കിണർ റീചാർജിങ്ങിന് സർക്കാർ ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ട് മലയാളി ചിരി ക്ലബിന്റെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിച്ചു. കഴിഞ്ഞ ദിവസം ജില്ലയിലെത്തിയ കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ്, ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവർക്കാണ് നിവേദനം നൽകിയത്. കേരളത്തിലെ കുടിവെള്ളത്തിനും കാർഷിക ജലസേചന ആവശ്യങ്ങൾക്കുമായി ആയിരക്കണക്കിന് കുഴൽക്കിണറുകളാണ് കഴിഞ്ഞ 1-2 ദശാബ്ദങ്ങളിലായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. 2024 കേരളത്തിൽ ആകമാനമുണ്ടായ വേനൽ കുഴൽക്കിണറുകൾ വറ്റുന്ന സാഹചര്യങ്ങളിലേക്ക് നയിച്ചു. ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ കുഴൽക്കിണർ റീചാർജ് ചെയ്യുന്നതിലൂടെ സാധിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. പരമ്പരാഗതമായ ഫിൽട്ടറിംഗ് രീതികൾക്കപ്പുറത്ത് ആധുനികമായ മഴവെള്ള ശുദ്ധീകരണ ഉപകരണങ്ങൾ കുറഞ്ഞ വിലയിൽ മാർക്കറ്റിൽ ലഭ്യമാണ്. ഇതിലൂടെ വളരെ എളുപ്പത്തിലും താരതമ്യേന കുറഞ്ഞ ചിലവിലും കുഴൽക്കിണറുകൾ റീചാർജ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഈ വിഷയത്തിൽ ചർച്ചകളും നടപടികളും ഉണ്ടായിട്ടില്ല. സാധാരണ ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ വേണ്ടത്ര അറിവ് ഇല്ല എന്നതാണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം. ശരിയായ രീതിയിലുള്ള അവബോധം ജനങ്ങളിലേക്ക് പകർന്നു കൊടുത്താൽ കുഴൽക്കിണറുകൾ വലിയ ജലസംഭരണികളാക്കി മാറ്റുന്നതിന് സഹായിക്കും. ഈ വിഷയത്തിൽ സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ശ്രദ്ധ ചെലുത്തണമെന്നും കുഴൽക്കിണറുകളെ വീണ്ടും സജീവമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മലയാളി ചിരി ക്ലബിന്റെ നേതൃത്വത്തിൽ കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ്, ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവർക്ക് നിവേദനം സമർപ്പിച്ചത്. മലയാളി ചിരി ക്ലബ് രക്ഷാധികാരി ജോർജി മാത്യു, ക്ലബ് പ്രസിഡന്റ് സണ്ണി സ്റ്റോറിൽ, ചാരിറ്റി ചെയർമാൻ മനോജ് വർക്കി, അനീഷ് തോണക്കര, മനോജ് PG എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. കട്ടപ്പന നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പുളിയൻമലയിൽ നടന്ന ശുചീകരണ പ്രവർത്തനം നഗരസഭാ അധ്യക്ഷ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. മഴക്കാല രോഗങ്ങളിൽ നിന്നും സമൂഹത്തെ മാറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഡെങ്കിപ്പനി അടക്കം മാരക രോഗങ്ങൾ പകർന്നു പിടിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ വീടും പരിസര പ്രദേശങ്ങളും ശുചിയാക്കുന്നതിന്റെ ഒപ്പം ടൗൺ മേഖലകളിലും ശുചീകരണം നടത്തേണ്ടതുണ്ട്. വലിച്ചെറിയപ്പെടുന്ന മാലിന്യങ്ങളടക്കം വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ പുളിയൻമലയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചത്. സമൂഹത്തെ ശുചിയാക്കുന്നതിൽ ഓരോ പൗരനും ഉത്തരവാദിത്തമുണ്ടെന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പറഞ്ഞു. നമുക്ക് വൃത്തിയുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രദേശം വൃത്തികേടാകാൻ നമ്മൾ തയ്യാറാവില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ വീട് എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കുക, നമ്മളുടെ പ്രദേശം എങ്ങനെയാണ് കിടക്കേണ്ടതെന്ന് നമ്മൾ ഓരോരുത്തരുമാണ്
തീരുമാനിക്കേണ്ടത്. അല്ലാതെ ചപ്പുകുപ്പകൾ വലിച്ചെറിഞ്ഞ് കുപ്പികൾ വലിച്ചെറിഞ്ഞ് ഈ വണ്ടൻമേട് പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പ്രദേശമാണ് വണ്ടൻമേട്. അതിനോട് തൊട്ട് കിടക്കുന്ന അതിർത്തിയാണ് നമ്മുടെ പുളിയന്മല. അപ്പോൾ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക നമ്മുടെ പ്രദേശം എങ്ങനെയായിരിക്കണം, നമ്മുടെ പ്രദേശത്ത് രോഗങ്ങൾ വരണമോ വേണ്ടയോ എന്നുള്ള കാര്യം നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ശുചീകരണ പരിപാടിയിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി, ക്ലീൻ സിറ്റി മാനേജർ ജിൻ സിറിയക്, ഹെൽത്ത് ഇൻസ്പെക്ടർ രഞ്ജിത്ത്, വാർഡ് കൗൺസിലർ സുധർമ്മ മോഹൻ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. മാലിന്യ നിക്ഷേപത്തിനെതിരെ കർശന നടപടിക്കൊരുങ്ങി കട്ടപ്പന നഗരസഭ. മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടാൽ പേര് വിവരങ്ങളടക്കം നഗരസഭയെ അറിയിക്കുന്നവർക്ക് പാരിതോഷികം നൽകാൻ നഗരസഭ തീരുമാനിച്ചു. വിവരം നൽകുന്നവരുടെ പേര് വിവരങ്ങൾ അതീവ രഹസ്യമായി തന്നെ സൂക്ഷിക്കുമെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി പറഞ്ഞു. മാലിന്യങ്ങൾ വലിച്ചെറിയുകയോ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതോ കണ്ടതായിട്ട് ആളുകൾ മുന്നോട്ട് വരികയാണെങ്കിൽ അവർക്ക് കട്ടപ്പന നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ അവരുടെ പേരുവിവരങ്ങൾ നമ്മൾ വളരെ രഹസ്യമായിട്ട് വെച്ചുകൊണ്ട് ആ പേരുവിവരങ്ങൾ നൽകുന്ന ആൾക്ക് ഒരു പാരിതോഷികം നൽകുന്നതിന് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനാൽ 34 വാർഡിലും ഉള്ള എല്ലാ പ്രദേശങ്ങളിലുള്ള കൗൺസിലേഴ്സിൻ്റെ കൂടി പ്രത്യേക ശ്രദ്ധയ്ക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന ആളുകൾ ഇത് റിപ്പോർട്ട് ചെയ്യുകയും ആ റിപ്പോർട്ട് വളരെ രഹസ്യമായിട്ട് വെക്കുന്നതും അവർക്ക് വേണ്ടുന്ന പാരിതോഷികങ്ങൾ കട്ടപ്പന നഗരസഭയുടെ പേരിൽ നൽകുന്നതുമാണ് എന്ന് ഈ തരുണത്തിൽ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. കട്ടപ്പന വിദേശ മദ്യവിൽപ്പനശാലയ്ക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്തു. നഗരസഭയുടെ നേതൃത്വത്തിലാണ് മാലിന്യങ്ങൾ നീക്കിയത്. ഒപ്പം സ്ഥലം വേലികെട്ടി സുരക്ഷിതമാക്കണമെന്ന് കാണിച്ച് സ്വകാര്യ വ്യക്തിക്ക് നോട്ടീസും നൽകി. കട്ടപ്പന ഇരട്ടയാർ റോഡിൽ വിദേശ മദ്യവിൽപ്പനശാലയ്ക്ക് സമീപമാണ് മാലിന്യങ്ങൾ കുന്നുകൂടി കിടന്നിരുന്നത്. ഇതോടെ ആളുകൾക്ക് ഇതുവഴി മൂക്കുപൊത്തി മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഈ സാഹചര്യം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതേ തുടർന്നാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി മാലിന്യങ്ങൾ നീക്കം ചെയ്തത്. വാഹനങ്ങളിലെത്തി രാത്രിയുടെ മറവിൽ വലിയ തോതിലാണ് മേഖലയിൽ മാലിന്യം തള്ളിയിരുന്നത്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ഇത്തരത്തിൽ മാലിന്യം കുമിഞ്ഞുകൂടിയത്. സ്ഥലമുടമയോട് ഇവിടം വേലി കെട്ടിത്തിരിച്ച് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഉടമ തയ്യാറായിരുന്നില്ല. ഇതോടെ വീണ്ടും സ്ഥലം സുരക്ഷിതമാക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. സ്ഥലം സുരക്ഷിതമാക്കാൻ തയ്യാറായില്ലെങ്കിൽ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടിയുണ്ടാകുമെന്ന് അധികൃതർ പറഞ്ഞു. പക്ഷേ സ്ഥല ഉടമ ഇതുവരെ ഈ സ്ഥലം തിരിച്ച് വേലിയിട്ടോ മറ്റോ സംരക്ഷിക്കാത്തത് കൊണ്ട് വീണ്ടും ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ മാലിന്യം നീക്കം ചെയ്യുന്ന വകയിൽ തന്നെ വലിയ ഒരു ഭീമമായ തുക ഓരോ വർഷവും ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നുകിൽ ഈ വ്യക്തിക്ക് നോട്ടീസ് കൊടുത്ത ഈ സ്ഥല ഉടമ ഈ സ്ഥലം കെട്ടിത്തിരിച്ച് സംരക്ഷിക്കാത്ത പക്ഷം ഈ സ്ഥലമുടമയ്ക്കെതിരെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ശക്തമായ നടപടി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഈ സ്ഥലം മുനിസിപ്പാലിറ്റി ഏറ്റെടുക്കുകയോ ചെയ്യേണ്ട സ്ഥിതി ഉണ്ടാകേണ്ട അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. മേഖലയിൽ JCB ഉപയോഗിച്ചാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്തത്. ഇവിടെ മാലിന്യ നിക്ഷേപത്തിനെതിരെയുള്ള ബോർഡുകളും സ്ഥാപിക്കും. വീണ്ടും മാലിന്യ നിക്ഷേപം തുടർന്നാൽ കർശനമായ നടപടികളിലേക്കാകും നഗരസഭ കടക്കുക. അയ്യപ്പൻകോവിൽ മേരികുളം കൂരാമ്പാറ പാലത്തിന്റെ കൈവരികൾ KSRTC ബസ് ഇടിച്ച് തകർന്നതായി പരാതി. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി വാഹനങ്ങൾ ഇതുവഴി തിരിച്ചുവിടുന്നതിനാൽ ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ പാലം വഴി ഏറെ പണിപ്പെട്ടാണ് കടന്നുപോകുന്നത്. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ആലടി കൂരാമ്പാറ പാലം വഴിയാണ് വാഹനങ്ങൾ തിരിച്ചുവിട്ടിരിക്കുന്നത്. എന്നാൽ ദിവസേന നൂറുകണക്കിന് ചെറുതും വലുതുമായ വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. ഇതോടെ റോഡിന്റെ വീതിക്കുറവ് വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. ഇതുവഴി കടന്നുവരുന്ന വലിയ വാഹനങ്ങൾ ഇടുങ്ങിയ പാലത്തിലൂടെ കടന്നുപോകാൻ ശ്രമിക്കുന്നത് ഗതാഗതക്കുരുക്കിന് കാരണമാകും. കഴിഞ്ഞ ദിവസം KSRTC ബസ് കടന്നുപോകാൻ ശ്രമിക്കുന്നതിനിടയിൽ പാലത്തിൽ ഇടിച്ച കൈവരികൾ തകരുകയും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. പാലത്തിന്റെ കൈവരി മുഴുവൻ കഴിഞ്ഞ ദിവസം KSRTC ഇങ്ങോട്ട് കടന്നു വന്നു. സൈഡ് കൊടുത്ത വഴി അത് പുറകോട്ടെടുത്ത വഴി ആ ഭിത്തിക്കെട്ട് ഒരു ഇടിച്ച് അത് മുഴുവൻ പാലത്തിൽ നിന്ന് താഴോട്ട് പോയി. ഒരു 100-150 വർഷമുള്ള പാലമായിരുന്നു. ഇത് ഇങ്ങനെ പോയാൽ ഞങ്ങൾ ഇവിടെ കിടക്കുന്ന ജനങ്ങൾക്ക് മുഴുവൻ അക്കരയ്ക്ക് പോകാൻ യാതൊരു നിവൃത്തിയും കാണുകയില്ല. ഇന്നത്തെ പത്രത്തിൽ കിടക്കുന്നു 22-ാം തീയതി വരെ ഇത് മുന്നേ നീട്ടിയെടുത്തിരിക്കുക. അത്ര ഒരു ദിവസം ഒരു 2000 വണ്ടിയെങ്കിലും ചെറുതും വലുതുമായിട്ട് ഇതിലൂടെ പോകുന്നുണ്ട്. ഇതും ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. എത്രയും വേഗം പഞ്ചായത്ത് അധികൃതരോട് പറഞ്ഞ് ഇതിനോട് നടപടിയെടുക്കുക, എന്തെങ്കിലും ചെയ്യുക. പാലത്തിലൂടെ കുടിവെള്ള പൈപ്പ് ലൈനുകൾ കടന്നുപോകുന്നതിനാൽ വലിയ വാഹനങ്ങൾ പൈപ്പിന് മുകളിലൂടെ കയറുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. എത്രയും വേഗം ആലടി പരപ്പ് റൂട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പാത തുറന്നുകൊടുത്തില്ലെങ്കിൽ
കൂരാമ്പാറപ്പാലം അപകടത്തിലാകുമെന്നതിൽ സംശയമില്ലെന്നും നാട്ടുകാർ പറയുന്നു. നെടുങ്കണ്ടം മുരുകൻപാറയിലെ അംഗനവാടിയിൽ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കയറുന്നതായി പരാതി. സ്വകാര്യ വ്യക്തി നിലവിലുള്ള ഓടയടച്ച് ടിപ്പറിന് മണ്ണിറക്കിയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡ് മുരുകൻപാറയിൽ സ്ഥിതി ചെയ്യുന്ന അങ്കണവാടിയിലാണ് പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. പുഷ്പകണ്ഠം, മുരുകൻപാറ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും മഴ പെയ്തു വരുന്ന വെള്ളം അങ്കണവാടിക്കുള്ളിലേക്ക് കയറുന്നതായാണ് പരാതി. അങ്കണവാടിക്ക് സമീപത്തുള്ള 10 സെന്റ് സ്ഥലം സ്വകാര്യ വ്യക്തി വാങ്ങുകയും നിലവിലുണ്ടായിരുന്ന ഓടയടച്ച് ടിപ്പറിന് മണ്ണിറക്കുകയും ചെയ്തു. തുടർന്ന് റോഡിന്റെ സൈഡിൽ മണ്ണ് നിറച്ച് വെള്ളം പോകാനുള്ള ഓട അടച്ചു. ഇതാണ് അങ്കണവാടിക്കുള്ളിൽ വെള്ളം കയറാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. മണ്ണ് കൊണ്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ മുൻകാലങ്ങളിൽ ഇതിൽ തന്നെയായിരുന്നു വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് പറയുകയാണെങ്കിൽ ആൾക്കാർക്ക് വലിയ ശല്യങ്ങളില്ലായിരുന്നു. അത് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു. ആരും അത് കഴിഞ്ഞ ആൾ സ്ഥലം വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ സ്ഥലത്തിൻ്റെ സുരക്ഷിതയ്ക്ക് വേണ്ടി മണ്ണ് കൊണ്ടുപോയിട്ട് അത് അടയ്ക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ എല്ലാം ഭവിഷ്യത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ അംഗൻവാടിക്കാണ് വന്നിരിക്കുന്നത്. വിവരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെയും ഗ്രാമപഞ്ചായത്ത് അംഗത്തെയും അറിയിച്ചതാണ്. നിലവിൽ 10ഓളം കുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പെയ്ത അതിശക്തമായ മഴയിലും അങ്കണവാടിക്കുള്ളിൽ ചെളി കയറിയിരുന്നു. ഇതോടെ നാട്ടുകാർ ചേർന്ന് നെടുങ്കണ്ടം പോലീസിലും പഞ്ചായത്തിലും വീണ്ടും പരാതി നൽകി. കാഞ്ചാർ നരിയമ്പാറ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ ക്ഷേത്ര ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനും ക്ഷേത്ര പുരോഗതിക്കും വിശേഷാൽ പൂജകളും പരിഹാരക്രിയകളും ആരംഭിച്ചു. 3 ദിവസങ്ങളായി നടക്കുന്ന വിശേഷാൽ പൂജകളിൽ ക്ഷേത്രം തന്ത്രി ത്രിവിക്രമൻ നാരായണൻ ഭട്ടതിരിപ്പാടും ക്ഷേത്രം മേൽശാന്തി കൃഷ്ണൻ എമ്പ്രാന്തിരിയും മുഖ്യ കാർമ്മികത്വം വഹിക്കും. നരിയമ്പാറ പുതിയകാവ് ദേവീക്ഷേത്രത്തിലാണ് വിശേഷാൽ പൂജകളും പരിഹാരക്രിയകളും ആരംഭിച്ചിരിക്കുന്നത്. ക്ഷേത്ര ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനും ക്ഷേത്ര പുരോഗതിക്കും സർവ്വവിഘ്ന നിവാരണത്തിനും സർവൈശ്വര്യത്തിനും ആരോഗ്യ സഖ്യത്തിനും കാര്യവിജയത്തിനുമായിട്ടാണ് വിശേഷാൽ പൂജകളും പരിഹാരക്രിയകളും നടക്കുന്നത്. ഈ മാസം 17, 18, 19 തീയതികളിലായാണ് കർമ്മങ്ങൾ നടക്കുക. ക്ഷേത്രം തന്ത്രി ത്രിവിക്രമൻ നാരായണൻ ഭട്ടതിരിപ്പാടിന്റെയും ക്ഷേത്രം മേൽശാന്തി കൃഷ്ണൻ എമ്പ്രാന്തിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് കർമ്മങ്ങൾ നടക്കുന്നത്. ദേവീക്ഷേത്രത്തിലെ ക്ഷേത്ര ഐശ്വര്യത്തിനായി ആരോഗ്യ സൗകര്യമായി ക്ഷേത്രം തന്ത്രിയുടെയും മേൽശാന്തിയുടെയും കാർമ്മികത്വത്തിൽ 3 ദിവസങ്ങളിലായി പരിഹാരക്രിയകളും വിശേഷ പൂജകളും നടത്തപ്പെടുകയാണ്. ആദ്യ വെള്ളിയാഴ്ചയോടനുബന്ധിച്ച് ഇന്ന് ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമവും അതുപോലെ തന്നെ മൃത്യുഞ്ജയ ഹോമവും പൂർത്തീകരിക്കുകയാണ്. 3 ദിവസങ്ങളിൽ അന്നദാനത്തോടുകൂടിയാണ് ഈ പ്രധാന വഴിപാടുകളെല്ലാം ഈ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നത്. മഹാഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, ഭഗവത് സേവ, മഹാസുദർശന ഹോമം തുടങ്ങി വിവിധ പൂജാകർമ്മങ്ങൾ നടക്കും. എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭരണസമിതി അറിയിച്ചു. സംസ്ഥാനത്ത് വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്കൂൾ വിപണിയിൽ അനുഭവപ്പെടുന്നത് വലിയ തിരക്ക്. കട്ടപ്പന ഹൈഫ്രഷ് ഹൈപ്പർ മാർട്ടിൽ പ്രത്യേക സജ്ജീകരണങ്ങളാണ് സ്കൂൾ വിപണിക്കായി ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങളാണ് വിപണിയിൽ കൂടുതലായും വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുള്ളത്. കുട്ടികളുടെ ബാഗുകളിൽ കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് താരങ്ങൾ. ബാഗ് ബ്രാൻഡ് അനുസരിച്ച് ശരാശരി 500 മുതൽ 2500 രൂപ വരെയാണ് വില. പെൻസിൽ ബോക്സുകൾക്ക് 100 രൂപ മുതലും നോട്ട്ബുക്ക് ചെറുതിന് 25 രൂപ മുതലുമാണ് വില. എല്ലാ പ്രമുഖ കമ്പനികളുടെയും ബുക്ക്, പേന, പെൻസിൽ, ലഞ്ച് ബോക്സ്, കുട, ബാഗ് തുടങ്ങി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ലഭ്യമാകത്തക്ക നിലയിൽ വിപുലമായ ശേഖരണമാണ് ഇത്തരത്തിലുള്ള സാധനങ്ങളുടെ എല്ലാം ഹൈഫ്രഷിൽ ഇപ്രാവശ്യം ഒരുക്കിയിട്ടുള്ളത്. അത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കിട്ടത്തക്ക നിലയിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാ സ്കൂൾ സീസണുകളിലും നമ്മുടെ ഈ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ രക്ഷകർത്താക്കൾക്കും സഹായകരമായ നിലയിലാണ് നമ്മൾ ഈ ഒരു സ്കൂൾ സീസണിൽ ഇത്തരത്തിലുള്ള സാധനങ്ങളുടെ വിൽപ്പനകൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ളത്. കുടകളിൽ കളർ കുടകൾക്കാണ് ആവശ്യം. ശരാശരി 300 രൂപ മുതലാണ് വില. ഇതിൽ 3D കുടകൾക്കും പ്രിയമേറെയാണ്. കൂടാതെ ഷൂസ്, ചെരുപ്പ്, ലഞ്ച് ബോക്സ് എന്നിവ വാങ്ങാനും തിരക്കേറുകയാണ്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കാന്തല്ലൂരിന്റെ കാർഷിക സമൃദ്ധിക്ക് കൂടുതൽ അഴകേകി ഇനി ആപ്പിൾ കാലം. പഴുത്തു തുടങ്ങിയ ആപ്പിളുകൾ 1 മാസത്തിനുള്ളിൽ വിളവെടുപ്പിന് പാകമാകും. സമൃദ്ധമായി വിളഞ്ഞു കിടക്കുന്ന ആപ്പിൾ മരങ്ങളുടെ കാഴ്ചകളും റിട്ടയർ ജീവിതകാലത്ത് ആപ്പിൾ കൃഷിയിൽ വിസ്മയം തീർക്കുന്ന മുൻ KCB എഞ്ചിനീയറുടെ കാർഷിക വിശേഷങ്ങളുമാണ് ഇനി.
കോടമഞ്ഞിന്റെ കുളിരുപറ്റി നിലയുറപ്പിച്ചിരിക്കുന്ന ആപ്പിൾ മരങ്ങൾ. കാന്തല്ലൂരിന്റെ കാർഷിക വിശേഷങ്ങൾ തേടിയെത്തുന്ന ഏതൊരു സഞ്ചാരിക്കും അവിസ്മരണീയ കാഴ്ചയാണ് ആപ്പിൾ കൃഷിയിടങ്ങൾ ഒരുക്കുന്നത്. കാന്തല്ലൂരിൽ ആപ്പിൾ കൃഷി വ്യാപകമാക്കുന്നതിന് മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയാണ് KECBയിലെ മുൻ എഞ്ചിനീയറായിരുന്ന കുരുവിള. 1995 ഔദ്യോഗിക ജീവിതം അവസാനിച്ചതോടെ ഇദ്ദേഹം കാർഷിക വൃത്തിയിലേക്ക് തിരിഞ്ഞു. 2002 കാന്തല്ലൂരിൽ എത്തി. അന്ന് നാമമാത്രമായി ഇവിടെ ആപ്പിൾ മരങ്ങൾ ഉണ്ടായിരുന്നു. കാന്തല്ലൂരിലെ മഞ്ഞിന്റെ സാന്നിധ്യവും അനുകൂല കാലാവസ്ഥയും മനസ്സിലാക്കി കുരുവിള പരീക്ഷണ അടിസ്ഥാനത്തിൽ കൃഷി ആരംഭിക്കുകയായിരുന്നു. ഹിമാചലിൽ നിന്ന് തൈ എത്തിച്ചാണ് തുടക്കം. ഞാൻ 1995 റിട്ടയർ ചെയ്തപ്പോഴേ പിന്നെ അന്ന് എനർജറ്റിക് ആയതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ബിസിനസ്, മക്കൾക്ക് ബിസിനസ് ഉണ്ട്, അതിനകത്ത് എനിക്ക് താല്പര്യമില്ല. കാരണം ടെൻഷൻ എടുക്കാനായിട്ട് താല്പര്യമില്ല. വൈഫും ഗവൺമെൻറ് സർവീസിലായിരുന്നു. അപ്പോൾ റിട്ടയർഡ് ലൈഫിന് പറ്റിയ സ്ഥലം അന്വേഷിച്ച് അങ്ങനെ കുറച്ച് തണുപ്പുള്ള സ്ഥലം അന്വേഷിച്ചാണ് കാന്തല്ലൂർ വന്നത്. കാന്തല്ലൂർ വന്ന് പ്രോപ്പർട്ടി 2002 മേടിച്ചു. 2002 മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ എന്ത് കൃഷി ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരാലോചന വന്നു. അപ്പോഴാണ് ഈ കാട് വെട്ടാനൊക്കെ വന്നൊരു ജോലിക്കാരൻ പറഞ്ഞു, ഇവിടെ അടുത്ത് ഒരു ആപ്പിൾ മരമുണ്ട്, ഒരു വീട്ടിൽ ആപ്പിൾ മരമുണ്ട്, നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണാൻ പോയിരുന്നു. കാണാൻ പോയപ്പോൾ ആപ്പിൾ ഉണ്ടായി കിടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഒരു സന്തോഷം തോന്നി. ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, എന്തുകൊണ്ട് എനിക്ക് കുറച്ച് ആപ്പിൾ വെച്ചുകൂടാ? ഇവിടെ കാന്തല്ലൂർ ആപ്പിൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇവിടെയും ആപ്പിൾ വയ്ക്കാമല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ ആപ്പിൾ കൃഷിയിലേക്ക് തിരിയാൻ കാരണം. ഇവിടെ ആപ്പിൾ മാത്രമല്ല, വേറെ ശീതകാല തണുപ്പുള്ളിടത്ത് ഉണ്ടാകുന്ന മരങ്ങളും പഴങ്ങളൊക്കെ വേറെ ഉണ്ട്. സമൃദ്ധമായി വിളവ് തരുന്ന 400-ലധികം ആപ്പിൾ മരങ്ങളാണ് നിലവിൽ കുരുവിളയുടെ കൃഷിയിടത്തിൽ ഉള്ളത്. 4 മുതൽ 18 വർഷം വരെ പ്രായമുള്ളവ ഇവയിൽ ഉൾപ്പെടുന്നു. HRM N99, ട്രോപ്പിക്കൽ ബ്യൂട്ടി, ഗോൾഡൻ ഡോർസെറ്റ്, ട്രോപ്പിക്കൽ റെഡ് ഡിലീഷ്യസ്, ഇസ്രയേൽ വെറൈറ്റിയായ അന്ന തുടങ്ങിയ ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇതോടൊപ്പം ഗ്രീൻ ആപ്പിളുമുണ്ട്. ട്രോപ്പിക്കലും അധികം മഞ്ഞ് വേണ്ടാത്ത HRM എന്നുമാണ് വ്യാപകമായി കൃഷി ചെയ്യുന്നത്. ആപ്പിളിനൊപ്പം പ്ലംസും അവക്കാഡോയും സ്ട്രോബെറിയും ഒക്കെ ഇവിടെ പരിപാലിക്കുന്നു. പൂർണ്ണമായും ജൈവ കൃഷിയാണ് അവലംബിക്കുന്നത്. പരിപാലനം അത് ശ്രദ്ധിക്കണം. അത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് മെനക്കിട്ടാൽ മതി. കാരണം തൈ വെച്ചിട്ട് പിന്നെ ആപ്പിൾ ഉണ്ടോയെന്ന് നോക്കാൻ പോയിട്ട് കാര്യമില്ല. അതിൻ്റെ കൂടെ പോകണം, വളം ചെയ്യണം. സാധാരണ നമ്മൾ വളം ചെയ്യുന്ന മരങ്ങൾക്കൊക്കെ വളം ചെയ്യുന്ന അത് തന്നെ. ഞാൻ കംപ്ലീറ്റ് ഓർഗാനിക് വളങ്ങളാണ് ചെയ്യുന്നത്. രാസവളങ്ങൾ ഇതിനകത്ത് കയറ്റിയിട്ടേ ഇല്ല. ചാണകം കമ്പോസ്റ്റാക്കും, ചാണകപ്പൊടിയിടും. പിന്നെ ഇവിടെ ഈ മരങ്ങൾ ഇവിടെ ചപ്പ് ചവറ് എല്ലാം ഇതിൻ്റെ കറയ്ക്ക് മൾച്ചിയായിട്ട് പൊതയിടും. അപ്പോൾ ഈർപ്പം നിലനിൽക്കും. പിന്നെ നനയ്ക്കുന്നുണ്ട്. അഥവാ ഏതെങ്കിലും കീടങ്ങളുടെ ആക്രമണമൊക്കെ ചെറിയ തൈ ആയിരിക്കുമ്പോൾ കീടങ്ങളുടെ ശല്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഓർഗാനിക് പെസ്റ്റിസൈഡ് ഉപയോഗിക്കും. കാന്തല്ലൂരിന്റെ കാർഷിക കാഴ്ചകൾ തേടിയെത്തുന്ന സഞ്ചാരികൾ ആപ്പിൾ തോട്ടം കാണുന്നതിനായി പ്രധാനമായും എത്തുന്നതും കുരുവിളയുടെ കൃഷിയിടത്തിലേക്കാണ്. നിലവിൽ പഴുത്തു തുടങ്ങിയ ആപ്പിളുകൾ 1 മാസത്തിനുള്ളിൽ പൂർണ്ണമായും വിളവെടുപ്പിന് അനുയോജ്യമാകും. മൺസൂൺ ആരംഭിച്ചാലും ആപ്പിൾ കാഴ്ചകൾ തേടി സഞ്ചാരികൾ കാന്തല്ലൂരിന്റെ കാർഷിക മണ്ണിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. നേർക്കാഴ്ച
നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സൗത്ത് ഇന്ത്യൻ കാർഡമം ഓൺലൈൻ ഓപ്ഷൻ ഏലക്കാലയിലെ വിവരം ആകെലൂട്ട് 195, വിൽപ്പനയ്ക്ക് വന്നത് 52,909, വിൽപ്പന നടന്നത് 49,848, കൂടിയ വില 2,853, ശരാശരി വില 1,984. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 580 രൂപ, ഏലം കൂടിയ വില 2000, ഏലം ശരാശരി വില 1800. കാപ്പിപ്പരിപ്പ് 320, ഗ്രാമ്പു 950, കൊക്കോ 175, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,760 രൂപ, വെള്ളി 92. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴക്കാലത്തിന് മുന്നോടിയായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാ ദുരന്ത നിവാരണ സമിതി യോഗം ചേർന്നു. വിവിധ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നിർവഹിക്കേണ്ട മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ്. വിദ്യാഭ്യാസ മേഖലയിലെ മൂല്യച്യുതിക്കെതിരെ സമര പോരാട്ടങ്ങൾ നടത്തുമെന്ന KSU സംസ്ഥാന നേതൃത്വം. സമരങ്ങൾ മൂലം കേസുകളിൽ അകപ്പെടുന്നവർക്ക് എല്ലാവിധ പിന്തുണയും നൽകും. കേസുകൾ KSU നടത്തും. പാർട്ടി നേതൃത്വത്തോട് പിന്തുണ അഭ്യർത്ഥിക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. കടുത്ത വേനൽ നാശം വിതച്ച ഇടുക്കിയിലെ ഏലം മേഖലയിൽ പുനർകൃഷിയും പ്രതിസന്ധിയിൽ. കൃഷിക്കായുള്ള ഏലത്തട്ടകൾ ആവശ്യത്തിന് കിട്ടാനില്ല. തട്ടകൾക്ക് വൻതോതിൽ വിലയുയരുമോ എന്നും ആശങ്ക. ഉദയഗിരി സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപം നടത്തിയ വ്യക്തിക്ക് കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപം തിരികെ നൽകുന്നില്ലെന്ന് പരാതി. തുക തിരികെ നൽകാൻ നടപടി സ്വീകരിക്കാത്ത പക്ഷം ബാങ്കിന്റെ മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന് നിക്ഷേപകനായ കല്ലുപുരയ്ക്കൽ KA ജോസഫ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.